ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ എല്ലാവരും അത്യാവശ്യം ഓക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പെട്ടെന്നൊരു ഇൻട്രൊഡക്ഷനൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. യൂഷ്വലി നമ്മൾ എല്ലാം പറഞ്ഞു തന്ന ഒരു മോട്ടിവേഷനൊക്കെ കൂടെയാണ് നമ്മൾ ഒരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഇത് ഈ ഒരു സഡൻ വെയിറ്റ് ഗെയിന് ഞാൻ ഇനിയും വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ കാത്തു നിൽക്കാതെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാം ഈസി ആയിട്ടല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചാണിത്. അപ്പോൾ ഞാൻ മോർണിംഗ് എഴുന്നേറ്റു, വെള്ളം കുടിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇപ്പോൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതിന് മുമ്പേ തന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മടിയൊന്ന് മാറ്റാനായിട്ട് ഞാൻ ചെയ്തു വരുന്നൊരു പ്രാക്ടീസായിരുന്നു സൂര്യ നമസ്കാരം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 6 സെറ്റ്, അതായത് ഒരു സൈഡിലുള്ളത് കംപ്ലീറ്റ് ആകുമ്പം ഒരു സെറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 6 സെറ്റ് സൂര്യ നമസ്കാരം ഞാൻ ഡെയിലി മോർണിംഗ് ചെയ്യാറുണ്ട്. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ചെയ്യാനുള്ള റീസൺ, ഇന്നലെ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ബോഡി പെയിനും കാലുവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇതല്ലാതെ തന്നെ സൂര്യ നമസ്കാരം രാവിലെ ജസ്റ്റ് ഒരു 6 സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ വീഡിയോ ഈ കാണുന്ന ഒരുപാട് പേര്, മെജോറിറ്റി ആളുകളും 25+ അല്ലെങ്കിൽ 30+ ഒക്കെ ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് പെയിനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ അതൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു പ്രാക്ടീസാണ് നമ്മൾ ജസ്റ്റ് ഒരു 6 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്തിനും ഒക്കെ ഒത്തിരി ബെനിഫിഷ്യലാണ് ഈ ഒരു സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തിനും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും വെയിറ്റ് ലോസിനും ഒക്കെ ഈ ഒരു പ്രാക്ടീസ് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് കഴിച്ചത് അരിദോശയാണ്. അരി ഉഴുന്നിട്ടുള്ള ദോശയല്ല കേട്ടോ, അരിയും തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്പെഷ്യൽ ദോശയാണ്. അതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ്, ഇന്നലത്തെ ചിക്കൻ കറിയില്ലേ, അതാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ കിച്ചൺ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. വർക്ക് ഒരു 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം 11 o'clock ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഹറിബറിയായിട്ട് ആ ഒരു 1 hourൽ ഒരുപാട് കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. എത്ര ദിവസം ഈ ഒരു 11 o'clock ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന അറിയില്ല. എൻ്റെ ഒരു റുട്ടീൻ ഓക്കെ ആവുന്നില്ലെങ്കിൽ ഇത് ഞാൻ ചേഞ്ച് ചെയ്ത് വേറൊരു സമയത്തേക്ക് എൻ്റെ എക്സസൈസ് മാറ്റും. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഡിസൈഡ് ചെയ്യാനായിട്ടില്ല. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും സൈലൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അന്നത്തെ ആ ഒരു കാര്യം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എക്സസൈസിനെ പറ്റി ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ മടി കാരണം ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻ ബിറ്റ്വീനുള്ള സമയത്ത് നമ്മൾ എക്സസൈസിന് വേണ്ടി ഒരു സമയം കണ്ടെത്തേണ്ടതായിട്ട് വരും. കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം നമുക്ക് എന്തൊക്കെ തിരക്കാണെങ്കിലും, നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും, നമ്മൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും, നമ്മൾ വയസ്സായിട്ടുള്ള ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ എക്സസൈസിന് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷേ നമ്മൾ പലരും ചെയ്യുന്നത് ഈ ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രം കാണുകയാണ്. സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലോട്ടാണ് നമ്മൾ പലരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം എന്താ പറയുക, നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, വർക്ക് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ ഈ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം ഒന്ന് ഓക്കെ ആയതിനു ശേഷം, അല്ലെങ്കിൽ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എക്സാമൊക്കെ ഫിനിഷ് ആയതിനു ശേഷം ഞാൻ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ആ സമയം നമ്മൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടല്ല, ഒരുപാട് പ്രായമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു 25+ അല്ലെങ്കിൽ ഒരു 16+ വർക്കൗട്ട് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ 30+ലും 40+ലും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മളിപ്പം ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സസൈസിന് വേണ്ടി സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം നമുക്കിങ്ങനെ എന്താ പറയുക, ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും എനർജറ്റിക് ആയിട്ട് നടക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സസൈസിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നത് തന്നെ ഒരു 40 വയസ്സിന് ശേഷം 50 വയസ്സിന് ശേഷമാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ മുട്ട് നമ്മൾ അതിനെ അനുവദിക്കില്ല, നമ്മുടെ ബാക്ക് പെയിൻ അതിന് നമ്മൾ അനുവദിക്കില്ല, നമ്മുടെ പ്രായം അതിനെ അനുവദിച്ചൊന്നും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓവർ വെയിറ്റ് ആയിട്ടുണ്ടാകും, അതുപോലും നമ്മൾ അതിനെ അനുവദിച്ചൊന്നും വരില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ സമയം അതൊരു പ്രിവിലേജ് ആയിട്ട്, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് ആയിട്ട് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ. എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുന്നോ അതിനായിട്ടൊരു സമയം നിങ്ങൾ കണ്ടെത്തണം എന്നൊന്നും പറയുന്നില്ല. എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുന്നോ ആ ഒരു 10 minutes എങ്കിൽ 10 minutes നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് ഏകദേശം 200+ കലോറീസ് ബേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നല്ല കാലൊക്കെ നല്ലപോലെ പെയിൻ ഉണ്ട് കേട്ടോ. സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും, അതായത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ എല്ലാവർക്കും ബോഡി പെയിൻ ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് രാവിലെയും കൂടെ ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞുള്ളൂ നല്ലപോലെ കാല് വേദനയൊന്നും, സ്റ്റെപ്പൊന്നും കയറാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ കുറേ നാൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം, ഞാനിപ്പോൾ 2 weeks ബ്രേക്ക് ആണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ ബോഡി പെയിൻ ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ഏത് ബോഡി പാർട്ടാണോ എക്സസൈസ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നത് ആ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പെയിന്. അല്ലെങ്കിൽ ബിഗ് മസിൽസ് എവിടെയാണുള്ളത് അവിടെയായിരിക്കും കൂടുതൽ പെയിന്.
പ്രത്യേകിച്ച് കാല് നമുക്ക് ടോയ്ലറ്റിലിരിക്കാനും അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറാനും ഒക്കെ പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് പേടിച്ചിട്ട് ആരും വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പാടില്ല. അത് വളരെ നോർമലാണ്. അതിന് ഡോംസ് എന്നാണ് പറയുക. ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് എന്തായാലും ഇറ്റ്സ് എ പാർട്ട് ഓഫ് വർക്കൗട്ട്. അത് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് വഴികളുണ്ട് അത് മാറ്റിയെടുക്കാൻ. കംപ്ലീറ്റ് ആയിട്ട് മാറണമെങ്കിൽ ശരിക്കും ഒരു 2 to 3 days തന്നെ എടുക്കും. ആ 3 days നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മൾ റിക്കവറി പീരീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. നല്ലപോലെ ഉറങ്ങണം, നല്ലപോലെ റെസ്റ്റ് എടുക്കണം. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 6 days അല്ലെങ്കിൽ 5 days വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാം. നല്ലപോലെ പ്രോട്ടീൻ കഴിക്കുക. ഇപ്പോൾ ഞാൻ 11 o'clock ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഒരു ക്ലയൻറ്റിന് ക്ഷീണം വന്നു, ഫെയിൻറ്റിങ് പോലെ വന്നു. അതായത് തല ചുറ്റുന്നുണ്ട്, ഞാൻ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ചോദിക്കണം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നതെന്ന്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനുള്ള സ്റ്റാമിന നമുക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മൾ വിഫിറ്റിൽ കൂടുതൽ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് നിങ്ങൾ കണ്ടില്ല, വെയിറ്റ് ഒക്കെ വെച്ചിട്ടുള്ളതും അതുപോലെ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകളാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാനായിട്ട് നമുക്ക് നല്ലപോലെ സ്റ്റാമിന വേണം. അപ്പോൾ സ്റ്റാമിന ഉണ്ടാവണമെങ്കിൽ നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മീല് വേണമെന്നില്ല, ഒരു സ്നാക്ക് എങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടാവണം. എംപ്റ്റി സ്റ്റൊമക്കായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്ത് പറയുന്നതല്ല, നിങ്ങളിപ്പോൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം കഴിക്കണം. അവരിപ്പോൾ ഫ്രൂട്ട് കഴിക്കണം, ഫ്രൂട്ടിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആഡ് ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പം പ്രോട്ടീൻ മസ്റ്റാണ്. എന്നാൽ മാത്രമേ ഈ മസിൽ റിക്കവറിയും ഈ പെയിനും ഒക്കെ നമുക്ക് മാറിക്കിട്ടുള്ളൂ. പിന്നെ നല്ലപോലെ റെസ്റ്റ് എടുക്കണം, നല്ലപോലെ ഹൈഡ്രേഷൻ വേണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറ്റും വർക്കൗട്ടും മാത്രം ചെയ്താൽ പോരാ, നമ്മൾ വെള്ളത്തിൻ്റെ കാര്യവും ശ്രദ്ധിക്കണം. മിനിമം 2 ലിറ്റർ ഫിനിഷ് ചെയ്യണം. ഞാനിപ്പോൾ രാവിലെ മുതൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം 1 ലിറ്റർ ഫിനിഷ് ആവാനായി. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴും വീണ്ടും ഞാൻ 1 ലിറ്ററും കൂടെ ഫിനിഷ് ചെയ്യും. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 2.5 to 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പെയിന് കുറഞ്ഞു വരുള്ളൂ. അല്ലാതെ നമുക്ക് ഇത് റിക്കവർ ആവണ്ടേ. നമുക്ക് ചെറിയ മസിൽസിന് പൊട്ടലും ഇതൊക്കെ ഉണ്ടാവുന്നതാണ് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ. അതൊക്കെ പ്രോപ്പറായിട്ട് റിക്കവർ ആവണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ ബോഡീനെ നഴ്സർ ചെയ്യേണ്ട നമ്മൾ തന്നെയാണ്. അപ്പോൾ വെള്ളം നല്ലപോലെ വേണം, പ്രോട്ടീൻ നല്ലപോലെ വേണം, ഉറക്കം നല്ലപോലെ വേണം, നമ്മൾ വിശ്രമിക്കണം, റിക്കവറി പീരീഡ് പ്രോപ്പർ ആയിരിക്കണം, സ്ട്രെസ് അടിക്കാതിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ വേദന മാറി വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നോർമലാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങളുടെ ഡയറ്റൊക്കെ എങ്ങനെ പോകണു, ഞാൻ കഴിയുന്നതും നിങ്ങൾക്ക് നാളെ ഒരു 1200 കലോറി മീൽ പ്ലാൻ ഞാൻ നാളത്തെ വ്ളോഗിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബേസ് ഐഡിയ കിട്ടും. ഇപ്പം നമ്മൾ ജസ്റ്റ് പോർഷൻ കൺട്രോളും നമ്മൾ ബാലൻസ്ഡ് ഈറ്റിങ്ങും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഡയറ്റൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെയുള്ള ഒരു ഡയറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ നാളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ താഴെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഡയറ്റ് എങ്ങനെ പോകുന്നു, വർക്കൗട്ട് എങ്ങനെ പോകുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ താഴെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് ഞാൻ കഴിക്കുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം 12 o'clock ആയി. ഞങ്ങളുടെ ക്ലാസ് കഴിയുന്നത് 12-നാണല്ലോ. അപ്പം ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഉച്ചയ്ക്ക് വിശപ്പ് വളരെ കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു ലഞ്ച്. അപ്പോൾ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മിഡ് മോർണിംഗ് സ്നാക്ക്. 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും പിന്നെ ഒരു മീഡിയം സൈസ് ഓറഞ്ചും. ഇതിനകത്ത് ഇപ്പം ഏകദേശം 3.5 to 5 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും 1 ടേബിൾ സ്പൂണിൽ. അപ്പോൾ ഇതാണ് കേട്ടോ. ഈ ഒരു പീനട്ട് ബട്ടറാണ് മൈ ഫിറ്റ്നസ്. ഇതിൻ്റെയാണ് പീനട്ട് ബട്ടർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ്. എനിക്ക് നോർമൽ പ്ലെയിൻ ഫ്ലേവറിലുള്ള പീനട്ട് ബട്ടർ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ മേടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ ലഞ്ച്. റൈസ് ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, കറി വെച്ച ഫിഷും ഉണ്ട്, അല്ല നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഫിഷും ഉണ്ട്, പിന്നെ ക്യാരറ്റിൻ്റെ ഉപ്പേരിയും. അപ്പോൾ ഇതാണ് നിങ്ങൾ പോർഷനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. ഒരു ഹാഫ് പ്ലേറ്റോളം ഞാൻ ഏകദേശം പച്ചക്കറി തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആണ്, ആവശ്യത്തിന് കാർബും ഉണ്ട്. പിന്നെ ഇത് ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇത് ഒരു 40 grams പിന്നെ പീനട്ട് ഉണ്ടാവും. സോൾട്ടഡ് ആയിട്ടുള്ള പീനട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈവനിങ് ആയി. ഇന്ന് വാക്കിംഗ് ഇല്ല. ഓൾട്ടർനേറ്റീവ് ഡേയ്സാണ് വാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ഒരാഴ്ച ഡെയിലി വാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നൊരു ഹെഡ് ഏക്ക് പോലെ, കാരണം നമ്മൾ ഡയറ്റും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യൽ ഡേയ്സിൽ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പം ചെറിയൊരു ഹെഡ് ഏക്ക്. ഇന്ന് വർക്കൗട്ടൊക്കെ കുറച്ച് ഹെവി ആയിരുന്നു. യെസ്റ്റർഡേ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നൊരു കുറച്ച് ഹെവിനെസ് ഉണ്ട്. അപ്പോൾ ഹെഡിനും ആ ഒരു ഹെവിനെസ് ഉണ്ട്. അപ്പം മൈഗ്രെയിനും ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറേ ദിവസം വർക്കൗട്ട് ചെയ്യാണ്ട് വർക്കൗട്ട് ചെയ്യുമ്പം പെട്ടെന്ന് മൈഗ്രെയിൻ ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ്ലി മൈഗ്രെയിൻ മാറുകയും ചെയ്യും, അല്ലെങ്കിൽ മൈഗ്രെയിൻ വരുന്ന ഫ്രീക്വൻസീസ് കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു വർക്കൗട്ടിനകത്ത്. അപ്പോൾ എല്ലാവരും റെഗുലറായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ബ്രേക്ക് എടുത്ത് വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും മൈഗ്രെയിന് നല്ല രീതിയിൽ ട്രിഗർ ചെയ്യും.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി കുറച്ചും കൂടി ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചത്. വാക്കിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഹെഡേക്ക് ഉറപ്പാണ്, മൈഗ്രെയിൻ ഉറപ്പാണ്. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഡിന്നർ കഴിച്ച് പിന്നെ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഡിന്നർ എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിയുന്ന നേരത്തെ ഡിന്നർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് ഈവനിങ് സ്നാക്കിൻ്റെ കൂടെ ഞാൻ ഒരു ബ്ലാക്ക് ടീയും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. മധുരം ഇല്ലാത്ത ബ്ലാക്ക് ടീ ആണ്. പിന്നെ ഈ കട്ടൻ ചായ, കട്ടൻ കാപ്പിയൊക്കെ ആണെങ്കിൽ എനിക്ക് മധുരം ഇടാതെ കഴിക്കാൻ പറ്റും. പക്ഷേ പാൽ ചായ ഒക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ചൊരു മധുരം എൻ്റെ നാവിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അത്രയും മധുരം എനിക്ക് വേണം. അപ്പോൾ ഇതാണ് ഞാൻ ഡിന്നറായിട്ട് കഴിക്കുന്നത്. ഇന്ന് വാക്കിങ്ങിന് പോകാത്തതുകൊണ്ട് ഏകദേശം 6:30 തന്നെ ഞാൻ എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്ത്. ഇത് ജാഗരി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ വളരെ കുറച്ച് മാത്രം, ചെറിയൊരു മധുരം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ നോർമൽ പ്ലെയിൻ വാട്ടറിൽ കുക്ക് ചെയ്തതിന് ശേഷം അവസാനം പശുവിൻ പാലോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ ഒക്കെ ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ ഈറ്റിംഗ് വിൻഡോ അവസാനിക്കുകയാണ്. ഞാനൊരു 2.5 ലിറ്റർ വെള്ളം വരെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നാളത്തെ ദിവസം നമുക്ക് കാണാം. എല്ലാവരും സെറ്റായിട്ടിരിക്കുക. ബൈ ബൈ.